ഒരു മാസത്തിനുള്ളിൽ വടക്കൻ മൊസാംബിക്കിൽ വീശിയടിച്ച രണ്ടാമത്തെ ചുഴലിക്കാറ്റാണ് ഡികെലെഡി. മൊസാംബിക്കിൽ വീശിയടിച്ച ഡികെലെഡി ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം. ചുഴലിക്കാറ്റ് മൊസൂറിൽ ജില്ലയാണ് കൂടുതൽ ബാധിച്ചത്. ചുഴലിക്കാറ്റിൽ 11 പേർ മരിച്ചു. 2,30,000-ത്തിലധികം ആളുകളെ ചുഴലിക്കാറ്റ് ബാധിച്ചു. 57,000-ത്തോളം വീടുകൾ ചുഴലിക്കാറ്റിൽ കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞയാഴ്ചയാണ് മൊസാംബിക്കിലെ നബൂല പ്രവിശ്യയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. മൊസൂറിൽ നിരവധി സ്കൂളുകളും ചുഴലിക്കാറ്റിൽ തകർന്നു. മൊസൂറിൽ മാത്രം 20,000 വീടുകളും ചുഴലിക്കാറ്റിൽ തകർന്നു. ഫിലിപ്പൈൻസിലെ ലെയ്റ്റ് പ്രവിശ്യയിലെ സാൻ ഫ്രാൻസിസ്കോ പട്ടണത്തിന് സമീപം ഇന്ന് വൻ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. 5.9 തീവ്രത രേഖപ്പെടുത്തി. ഭൂകമ്പത്തെ തുടർന്ന് പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തു. ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.